ഭയങ്കര പുകവലിയാണ്. ഒരു ദിവസം 10 സിഗരറ്റ് എങ്കിലും മിനിമം വലിക്കും. ശരിയാണ് രാജേഷ്? ആണെങ്കിൽ മൊത്തം കറിയാണ്. ഡോക്ടർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാവോ? നോക്കാം. വായ മൊത്തം അഴുക്കായാലോ? ചെയ്യാമല്ലോ. ഇത് പഠിച്ചിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് നോക്കാം. വായ തുറന്ന് പുകവലിക്കും ഒരു ദിവസം. 11 വായ മൊത്തം ചീഞ്ഞിട്ടുണ്ട്. നമുക്കിത് എന്തായാലും ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ മോണയുടെ ആരോഗ്യമൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് ക്ലീൻ ചെയ്ത പല്ല് വീഴുന്നു. കൂട്ടുകാരൻ BDS പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, വേറൊരു കേട്ടറിവായിരിക്കത്തില്ലേ. നമ്മളിപ്പോൾ ഇത് പഠിച്ചതിന്റെ ബേസിസിൽ പറയാണ്. പല്ല് ഒരുപാട് അഴുക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ പുകവലി ദൈനംദിനമാക്കിയത്. ഇതൊക്കെ ഹീറോയിസ് ആണെന്നാണോ നിന്റെ വിചാരം രാജേഷ്? ഇതുപോലെ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ വായിൽ ഒരു പല്ലെങ്കിലും കാണാനില്ലാത്തതുണ്ടോ? നീ ആദ്യം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. എനിക്ക് എങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു രാജേഷ്? നീ കുറ്റപ്പെടുത്താതെ ഒരു വഴിയുണ്ടേ പറഞ്ഞേ. എനിക്കറിയുന്ന ഒരു ഡെന്റിസ്റ്റ് ഉണ്ട്, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നേരത്തെ സംരക്ഷണത്തിലേക്ക് ഇതുവരെ വരേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ലല്ലോ. നമുക്ക് എന്തായാലും ട്രീറ്റ്മെന്റ് ചെയ്യാം. ചെയ്യാം ഡോക്ടർ. കേടായ വേദനയുള്ള പല്ലിന് മരുന്ന് നൽകി ഇൻഫെക്ഷൻ മാറിയതിനു ശേഷം കേട് നീക്കം ചെയ്ത് പല്ലിന്റെ അതേ നിറത്തിലുള്ള മെറ്റീരിയൽ കൊണ്ട് അടച്ചു സൂക്ഷിക്കുന്നു. തുടർന്ന് ദന്തപരിപാലനത്തിനുള്ള നിർദ്ദേശം നൽകുന്നു. കഴിഞ്ഞ കേട്ടോ, നോക്കട്ടെ. ഹാപ്പി ആയില്ലേ? ഇനി മധുരം കഴിച്ച് എന്ത് ചെയ്യും? രാവിലെ രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യും. വെരി ഗുഡ്. മോൾ അങ്ങോട്ടേക്ക് നടന്നു, അമ്മ ഇപ്പൊ വരാതെ. ഡോക്ടറെ, എന്റെ ടീക്ക് ഇവിടെ നല്ല പല്ലുവേദന ഉണ്ടായിരുന്നു, ഒന്ന് നോക്കുവോ? കറിവേപ്പട്ടയും ഗ്രാമ്പുമാണ് വെച്ചുകൊണ്ടിരുന്നത്. അതെ, വേദന ഒന്നും കുറവില്ലായിരുന്നു. നോക്കട്ടെ, ഇരിക്കും. ഈ പല്ല് മൊത്തം കേടായിട്ടുണ്ട്. ഇനി ഇതില് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പറിച്ചു കളയാനേ പറ്റത്തുള്ളൂ. അയ്യോ, അപ്പൊ പതിങ്ങനെ വേദന ആയിരിക്കില്ലേ? വേദനയൊന്നും ഉണ്ടാവില്ല. പല്ല് പറിച്ചു കഴിഞ്ഞ് ആ ഭാഗത്ത് അനസ്തേഷ്യ കൊടുക്കും, അതായത് മരടിക്കാനുള്ള മരുന്ന് വെക്കും. അപ്പോൾ ആ ഭാഗം മരടിക്കും. എന്നിട്ടാണ് ഞങ്ങൾ പല്ല് പറിച്ചെടുക്കുന്നത്. അപ്പൊ തൊട്ടപ്പുറത്തെ പല്ലുകളൊക്കെ ഊരി വരില്ലേ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആ പല്ല് നല്ലോണം കേടായി മറ്റു പല്ലുകളുടെ ആരോഗ്യത്തിന് ബാധിക്കുന്നതിന് മുന്നേ നമ്മൾ പറിച്ചെടുക്കുക ചെയ്യുന്നത്. അതിന് എക്സ്ട്രാക്ഷൻ എന്നാ പറയുന്നത്. നമുക്കത് ചെയ്യാം. അത് ചെയ്യാം. വീണ്ടെടുക്കാൻ കഴിയാത്ത കേടായ പല്ലുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് പല്ലെടുക്കൽ അഥവാ എക്സ്ട്രാക്ഷൻ. വേദനയുള്ള പല്ലാണെങ്കിൽ മരുന്ന് നൽകി ഇൻഫെക്ഷൻ മാറിയതിനു ശേഷം പ്രസ്തുത ഭാഗം തരിപ്പിക്കാനുള്ള മരുന്ന് അഥവാ അനസ്തേഷ്യ നൽകി പല്ലെടുക്കും.